പാലാ കരൂർ ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പുതിയ മന്ദിര നിർമ്മാണ ഉദ്ഘാടനം നടന്നു. അന്തിനാട് ഗൗരി ശങ്കരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി പങ്കെടുത്തു. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് 2020-21 ബഡ്ജറ്റിൽ പാലായ്ക്ക് 6 സ്കൂളുകൾ അനുവദിച്ചു. 6,50,00,000 രൂപയ്ക്ക്. നിർഭാഗ്യത്തോടെ എന്തുകൊണ്ട് അതിൻ്റെ പണി നടന്നില്ല. ഇപ്പം പിന്നീട് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എടുത്ത് അത് 9.5 കോടി രൂപയാക്കി മാറ്റി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അന്തിനാട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് 2 നിലയ്ക്കാണ് ഇവരുടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഒരു നിലയുടെ പണി ഈ 1,58,00,000 രൂപ പൂർത്തിയാകും. രണ്ടാമത്തെ ഫണ്ട് നമുക്ക് മെയ് മാസത്തിൽ തന്നെ വകയിരുത്തി ബാക്കി പണി കൂടി പൂർത്തിയാക്കാൻ കഴിയും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു മറ്റേ സ്കൂൾ തറന്നിരിക്കുകയായിരുന്നു. ഒരുപാട് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായെന്ന് ഹെഡ് മിസ്റ്റർ എന്നോട് പറയുകയുണ്ടായി. ഈ അമ്പലക്കാരുടെ സഹായം കൊണ്ട് പിള്ളേരെ ഇവിടെ കൊണ്ടുവന്നിരുത്തി പഠിപ്പിക്കുകയായിരുന്നു എന്നും പറഞ്ഞു. അങ്ങനെയാണ് ഇത് ടേക്ക് ചെയ്യാനിടയായത്. തീർച്ചയായും ഈ സ്കൂളിൻ്റെ പൂർത്തീകരണം ഈ 1,58,00,000 രൂപയ്ക്കുള്ളത് ഈ വർഷം തന്നെ 6 മാസത്തിൽ പൂർത്തിയാക്കുന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നോട് പറഞ്ഞു. ശരിയാണോ? ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് പൽപ്ലാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടയം DD ഹണി G അലക്സാണ്ടർ പദ്ധതി വിശദീകരണം നടത്തി. മെമ്പർമാരായ ലിസമ ബോസ്, ലിസമ ടോമി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു PK, വാർഡ് മെമ്പർ സ്മിത ഗോപാലകൃഷ്ണൻ, ഹെഡ്മാസ്റ്റർ ജെയ്സൺ K. ജെയിംസ്, കോട്ടയം DPC KJ പ്രസാദ്, പാലാ DO സത്യപാലൻ, AEO സജി KB, PTA പ്രസിഡന്റ് ശിവദാസ് VM, സ്കൂൾ വികസന സമിതി സെക്രട്ടറി ജോർജ് VT, ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കുര്യൻ ബ്ലാത്തോട്ടം, കരയോഗം പ്രസിഡന്റ് KS പ്രവീൺകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അധ്യാപക പ്രതിനിധി ടോജോ ടോമി കൃതജ്ഞത രേഖപ്പെടുത്തി.